ഈ പേടി എന്ന് പറയുന്ന ആ ഇൻസ്റ്റിങ്ക്റ്റ് പ്ലസ് അതിന്റെ എല്ലാ ന്യൂസും 360 നെഗറ്റീവ് വരുമ്പോൾ കംപ്ലീറ്റ് എന്റെ ഇൻവെസ്റ്റ്മെന്റ് പോയി പോകും. വേറൊരു എൻ്റെ ഒരു സുഹൃത്തിനോ ഒരു പരിചയക്കാരനോ കൂടുതൽ റിട്ടേൺ കിട്ടും. ബട്ട് ഓൾ ദിസ് ഇസ് ഹാപ്പനിങ് ഇൻ ദ ഷോർട്ട് ടേം. ആ പർട്ടിക്കുലർ ഡേ എവിടെയായിരിക്കും നിഫ്റ്റി എന്നുള്ളതാണ്. ഇഫ് യു ഹാവ് മോർ ഫണ്ട്സ്, ആഡ് മോർ ഫണ്ട്സ്. അതർവൈസ് ജസ്റ്റ് സിറ്റ് ടൈറ്റ്, ഹോൾഡ് ഓൺ ടു യുവർ ഇൻവെസ്റ്റ്മെന്റ്സ്. ഇന്ത്യ സ്റ്റോറി ഈസ് സ്റ്റിൽ സ്ട്രോങ്. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഏറ്റവും അധികം ആളുകൾ ചോദിച്ചതും നമുക്ക് DM ആയിട്ട് റിസീവ് ചെയ്ത ഒരുപാട് സംശയങ്ങളുണ്ട്. അതിൽ നമ്മൾ കുറച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാന്നാണ് വിചാരിച്ചത്. ഓക്കെ, ഇതിൽ ഞാൻ ആദ്യമായിട്ട് നമുക്ക് കിട്ടിയൊരു കമന്റ് ഞാൻ പറയാം. ഇത് ഒട്ടുമിക്ക ആളുകൾക്കുള്ള സംശയവും എല്ലാവരും ചെയ്യുന്നതായ ഒരു കാര്യം തന്നെയാണിത്. മാർക്കറ്റ് ഇടിയുമ്പോൾ ആളുകൾ എന്തിനാണ് തങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പാനിക്കായി വിറ്റൊഴിവാക്കുന്നത്? ഇത് ഈ കമന്റ് ഇട്ട ആൾ പോലും ചെയ്തിട്ടുണ്ടാവുന്ന സംഭവമാണ്. നിങ്ങളൊരു വ്യൂ പറഞ്ഞോളെ. ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം, കുട്ടി ജനിച്ച ഉടനെ തന്നെ വരുന്ന ഒരു സാധനം ഫിയർ ആണ്. ഈ പേടി എന്ന് പറയുന്ന ആ ഇൻസ്റ്റിങ്ക്റ്റ് മനുഷ്യന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്താ പറയുക, ആ ഒരു നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ഇമോഷനാണ്. ബട്ട് അത് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു സാധനം കാരണമാണ് മെയിനായിട്ട് ആളുകൾ ഈ ഫണ്ട് അല്ലെങ്കിൽ അവരുടെ വാല്യൂ റിയൽ ടൈം ഇങ്ങനെ കുറയുന്ന കാണുമ്പോൾ ഓൺ എ ഡെയിലി ബേസിസ്, പ്ലസ് അതിന്റെ എല്ലാ ന്യൂസും 360 നെഗറ്റീവ് വരുമ്പോൾ ഇതിലും താഴെ കംപ്ലീറ്റ് എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒരു 50%, 60% പോയി പോകും. പിന്നെ ഫോർ എവർ അത് തിരിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ കിട്ടുന്ന വിലക്ക് വിറ്റ് ഇറങ്ങാമെന്നുള്ള ആ ഒരു ഫിയർ ആൻഡ് ഫ്ലൈറ്റ് എന്നുള്ള ആ ഒരു സാധനത്തിലേക്ക് ആൾക്കാർ പോകുന്നതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പനീന്റെ ഒരു ഉദാഹരണം, നമ്മൾ 26,000 ക്രോസ് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ SIPക്ക് എൻക്വയറി വന്നത് ആ സമയത്താണ്. ശരിക്കും എൻക്വയറി വരേണ്ടത് ഇപ്പോഴാണ്, ലംസമ്മിനും SIPക്കും ഒക്കെ. പക്ഷെ ഇപ്പൊ നമുക്ക് വരുന്ന എൻക്വയറി എന്താണ്? SIP സ്റ്റോപ്പ് ചെയ്യണോ, നമ്മൾ പിൻവലിക്കണോ എന്നുള്ളതാണ്. ശരിക്കും 26,000 മാർക്കറ്റ് ക്രോസ് ചെയ്തപ്പം ആളുകൾ റെഡി ടു ഇൻവെസ്റ്റ്. ആക്ച്വലി ഫണ്ട് കൊണ്ടുവരാൻ ആളുകൾ റെഡിയായ സമയം. ഇപ്പൊ മാർക്കറ്റ് എത്ര ഡിസ്കൗണ്ടഡ് ആയിട്ട് 23,000 ബ്രേക്ക് ചെയ്തിട്ടോ ആളുകൾക്ക് ഫിയർ ആയി. ആളുകൾ വിഡ്രോ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഇതിലുള്ളത്, നമ്മൾ 23,000 എന്ന് പറയുന്നത് ഒരു കാലത്ത് ഓൾ ടൈം ഹൈ ആയിരുന്നു. 23,000 അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് ആയ ഒരു സമയമുണ്ട്. ഇന്ന് 23,000 ആൾക്കാർക്ക് കറക്ഷൻ ആണ്, ക്രാഷ് ആണ്. സോ ഇതൊക്കെ സൈക്കോളജിക്കൽ ന്യൂസ്, എക്സ്റ്റേണൽ പ്രഷർ ഇതെല്ലാം കൂടി വരുമ്പോൾ ഫിയർ ആക്ടിവേറ്റ് ആകുമ്പോൾ പിന്നെ ലോജിക് വർക്ക് ചെയ്യാതാവും. സത്യം, നമ്മുടെ മീഡിയാസ് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ന്യൂസ് സ്പ്രെഡ് ചെയ്യും. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരെ ബിസിനസ് എന്ന് പറയുന്നത് കണ്ടന്റ് ആണ്. അതെ, ഇടിഞ്ഞത് അങ്ങോട്ട് കാണിക്കാൻ അവർക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അതെ അതെ. പക്ഷെ ആളുകൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ മൈൻഡ് സെറ്റ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ശരിക്കും അവിടെ ലോജിക് അപ്ലൈ ആവുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഫാക്ട്. അത് തന്നെയാണ് ഇതിനുള്ള ഒരു കാരണം. യെസ്, ഫിയർ ആക്ടിവേറ്റ് ആവുക എന്നുള്ളതാണ് മെയിൻ റീസൺ. വൺസ് അത് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ജാം ആയി ഡിസിഷൻസ് ഒക്കെ റോങ് ആയി മാറുന്നത്. നേരെ മറിച്ച് നമ്മളൊരു ഗോൾഡിലേക്ക് ഒന്ന് നോക്കാം. ഗോൾഡിന്റെ വാല്യൂ ഇപ്പം ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഗോൾഡ് താഴേക്ക് പോയിക്കൊണ്ട് നിൽക്കാം. എന്നിട്ട് ആരും വിറ്റൊഴിവാക്കുന്നില്ല, കയ്യിലുള്ള ഗോൾഡ് ആരും സെല് ചെയ്യുന്നില്ല. ബിക്കോസ് ആ അസറ്റിന്റെ അപ്രീസിയേഷനും അതിന്റെ ഡിപ്രീസിയേഷനും എന്താന്നുള്ള കറക്റ്റ് ഗോൾഡിന്റെ കേസിൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. സ്റ്റോക്കിന്റെ കേസിലേക്ക് വരുമ്പോൾ ആൾക്കാർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള, ആ ഒരു റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. കൂടാതെ ഫിയറും ആക്ടിവേറ്റ് ആവുന്നു. ഗോൾഡിന്റെ ഒരു നല്ല എക്സാമ്പിൾ ആണ് ഉമ്മർ പറഞ്ഞത്. ഗോൾഡ് എന്ന് പറയുന്ന അസറ്റ്, അതിന്റെ ഒരു ടൈം സ്പാൻ ഭയങ്കര കൂടുതലാണ്. വളരെ ഹ്യൂമൻ കൈൻഡിന്റെ ഒരു ഏർലി സ്റ്റേജിൽ വന്ന ഒരു അസറ്റ് ക്ലാസ് ആണ് ഗോൾഡ് എന്ന് പറയുന്നത്. മനുഷ്യൻ ഇൻവെസ്റ്റിംഗ് കണ്ടുപിടിച്ച അന്ന് മുതൽ ഗോൾഡ് ആണ് ഒരു അസറ്റ്. സോ ആ ഒരു ഏർലി സ്റ്റേജിൽ വന്ന ഒരു അസറ്റ് ആയതുകൊണ്ട് അതിനുള്ള കോൺഫിഡൻസ് ഭയങ്കര ഹൈ ആണ്. സ്റ്റോക്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ ഒരു കൺട്രിയിൽ ഇപ്പോഴും മെച്ചൂറിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. നമുക്ക് എന്താ പറയാ, സിംഗിൾ ഡിജിറ്റിലാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പെനിട്രേഷൻ ഉള്ളത്. ഇതൊക്കെയാണ് ഒരു റീസൺ എന്ന് പറയാൻ പറ്റുന്നത്. ബട്ട് നമ്മൾ ആസ് എന്താ പറയുക സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ആളുകളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഓഡിയൻസിന് എപ്പോഴും ഇതാണ് റൈറ്റ് ടൈം ടു ബൈ അറ്റ് എ ഡിസ്കൗണ്ട്. ഒറ്റയടിക്ക് എല്ലാ പൈസയും ഇന്ന് ഇടണമെന്നല്ല, ഘട്ടം ഘട്ടമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു സമയം. സത്യമായിട്ടും നമുക്കൊരു ഡിസ്കൗണ്ട് സെയിൽ വരുമ്പോൾ നമ്മളൊരു ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഷൂ ആണെങ്കിലോ അല്ലെങ്കിൽ ഷർട്ട് ആണെങ്കിലും നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുന്ന എന്തൊരു സംഭവം
ഡിസ്കൗണ്ടഡായി കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്യാനാണ് ആളുകൾ നോക്കുക. സ്റ്റോക്കിന്റെ കേസിലും ശരിക്കും ഇതേ ലോജിക്കാണ് ആപ്ലിക്കബിൾ ആവേണ്ടത്. ഫണ്ടമെന്റലി ടെക്നിക്കലി സ്ട്രോങ് ആയ ഒരു കമ്പനി, പ്രോഫിറ്റബിൾ കമ്പനി ആണെങ്കിൽ എന്തുകൊണ്ട് അത് ചീപ്പ് വാല്യൂഷന് കിട്ടുമ്പോൾ നമ്മൾ വാങ്ങുന്നില്ല എന്നതാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം, ചുറ്റുമുള്ളവർ ചെയ്യുന്നത് കണ്ട് മാത്രം പലരും എന്തിനാണ് ബ്ലൈൻഡ് ആയി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്? ഇത് അഗൈൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫിയറിന്റെ ഒരു ഓപ്പോസിറ്റ് ഇമോഷൻ ആണ്. ഫോമോ എന്ന് പറയുന്ന ഇപ്പോ കോയിൻ ചെയ്തിട്ടുള്ള ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. വേറൊരു എന്റെ ഒരു സുഹൃത്തിനോ ഒരു പരിചയക്കാരനോ കൂടുതൽ റിട്ടേൺ കിട്ടും, എന്നെക്കാൾ കൂടുതൽ പൈസ ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു കാരണം കൊണ്ട് അവർ തിരക്ക് കൂട്ടും അതിലേക്ക് എൻട്രി ചെയ്യും. നമ്മൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ നിഫ്റ്റി 26,000 എത്തി, നമ്മൾ മിസ്സായി, വേഗം ആ വണ്ടി കയറാം എന്നുള്ള ആ ഒരു ചിന്തയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 26,000 വരുമ്പോൾ കൂടുതൽ എൻക്വയറി വന്നു ആ ഒരു കാലഘട്ടം. കാരണം അപ്പോ പേപ്പറും ടി വി ഒക്കെ പറയുന്നത് എന്താണ്, നിഫ്റ്റി പുതിയ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. അപ്പൊ ആൾക്കാർ റിലയൻസ് ഇത്ര എത്തി, 20% കയറി. ഇങ്ങനെ കേൾക്കുമ്പോ ഞാനിപ്പോ ഇത്ര ഇട്ടിരുന്നെങ്കിൽ ഇത്ര ആയെന്ന് ആ കാൽക്കുലേഷൻ വരും. അപ്പൊ പിന്നെ അത് അഗൈൻ സെയിം തിങ് വരും, ലോജിക്ക് ഇല്ലാതെ തിരക്ക് കൂട്ടി എന്തെങ്കിലും ചെയ്യും. അപ്പൊ അതിലൊരു അബദ്ധം സംഭവിക്കും. ആക്ടിവേറ്റ് ആവുന്നത് ഇതിലെല്ലാം തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ എല്ലാവർക്കും ഒരു ഫാമിലി ഡോക്ടറെ പോലെ വേണം എന്നുള്ളത് ആണ് ഇതിലൊക്കെ നമ്മൾ എന്താ പറയാ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ഒരു സാധനം. ദാറ്റ് വിൽ ചേഞ്ച് ലോഡ് ഓഫ് ദിസ് എന്താ പറയാ ഈ ഫോമോ ആയാലും ഫിയർ ആയാലും കറക്റ്റ് ടൈമിലല്ലാത്ത എക്സിറ്റ് ഓർ എൻട്രി ഒക്കെ സംഭവിക്കുന്നത് ആ ഒരു കാര്യം. കാരണം സെൽഫായിട്ട് ഡിസൈഡ് ചെയ്യാണല്ലോ പല ഭാഗത്തുനിന്നും പീസ് ആയിട്ട് ഇങ്ങനെ കിട്ടുന്ന എന്താ പറയുക ഇൻഫർമേഷൻ. മറ്റേത് നമുക്ക് ഒരാളെ വിളിച്ച് ചോദിക്കുക എല്ലാം എന്താണ് ഇപ്പൊ സംഭവിക്കുന്നത്, നമ്മൾ എന്താ ഇപ്പൊ ചെയ്യേണ്ടത്. നമുക്ക് ഫിനാൻഷ്യൽ അഡ്വൈസർ ഒന്നും പേടിക്കാനില്ല. ദിസ് എ ഗുഡ് ടൈം ഇഫ് യു ഹാവ് മോർ ഫണ്ട്സ്, ആഡ് മോർ ഫണ്ട്സ്, അതർവൈസ് ജസ്റ്റ് സിറ്റ് ടൈറ്റ്, hold on to your investments. India's story is still strong. ഇതൊരു സെന്റിമെന്റ് മാത്രമാണ് എന്ന് പറഞ്ഞു റീഅഷുറൻസ് കൊടുക്കാൻ ഒരു ക്വാളിഫൈഡ് ആയിട്ട് ഒരാൾ ഉണ്ടാകുമ്പോൾ ഇപ്പൊ നമുക്ക് എങ്ങനെയാണല്ലോ ഒരു തലവേദന വിട്ടുമാറാതെ വരിക്കും അത് ഡോക്ടർ പറഞ്ഞു തരാൻ അത് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സെൽഫായിട്ട് ഗൂഗിൾ ചെയ്യുന്നത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. ആ ഒരു സാധനം തന്നെയാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിന്റെ ഈ ഒരു ഡിപ്പും അല്ലെങ്കിൽ മാർക്കറ്റ് ഇനി എവിടെ കയറും എന്നുള്ളത് മാർക്കറ്റ് പഠിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും അത് ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രെഡിക്ട് ചെയ്യാനോ പറ്റൂല. അത് ഫാക്ട് ആണ്. നമ്മള് കാണുന്നത് കുറച്ച് ന്യൂസും അതുപോലെ തന്നെ ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ വോറിന്റെ ട്രംപ് വന്നിട്ട് നാളെ എന്തെങ്കിലും ഒരു പുതിയൊരു ഇന്നോവേറ്റീവ് എന്തെങ്കിലും ഒരു സംഭവം പറയുകയാണെങ്കിൽ നമ്മളെ പ്രതീക്ഷ മാർക്കറ്റ് കയറുന്നു. ഫോർ എക്സാമ്പിൾ ഇന്ന് ഓപ്പണിംഗ് നമ്മൾ വളരെ നല്ലൊരു ഗ്യാപ്പ് പ്രതീക്ഷിച്ച ഒരു ദിവസമാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ മാർക്കറ്റ് ഉണ്ടായില്ല. സോ ദാറ്റ് ഇസ് ആസ് എ റീറ്റെയിലർ അല്ലെങ്കിൽ ഇത് പുറത്തുനിന്ന് നോക്കി കാണുന്ന ഒരാൾക്ക് എന്റെ പ്രൊഡിക്ഷൻ പ്രകാരം മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പിലായിരിക്കണം ഇന്ന് ഓപ്പൺ ചെയ്യേണ്ടത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് ഓപ്പൺ ചെയ്തില്ല. അപ്പം അതിന് വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം പറഞ്ഞപ്പോൾ തന്നെ ഒരു ന്യൂസിന്റെ ബേസിലോ അല്ലെങ്കിൽ മറ്റുള്ള 1-2 ഫാക്ടേഴ്സിന്റെ ബേസിലോ അല്ല നമ്മളെ മാർക്കറ്റിന്റെ റിയാക്ഷൻ. ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഇതെല്ലാം പഠിച്ച് ആൾക്ക് വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം എന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ആളുടെ കൂടെ വേണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അതെ. പിന്നെ ഒരു ഷോർട്ട് ടേം വ്യൂവിൽ നിന്നും ലോങ് ടേം വ്യൂവിലേക്ക് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിന് കാണാൻ പറ്റുന്നത് പോലെ നമ്മുടെ സ്വന്തം പൈസ നമ്മൾ മാർക്കറ്റിൽ ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ സൈഡും കൂടി വരാനുണ്ട്. അത് ക്ലിനിക്കലായിട്ട് നോക്കാൻ പറ്റണം. ആ ക്ലിനിക്കലായിട്ട് നോക്കണമെങ്കിൽ അതൊരു പ്രൊഫഷണലിനെ പറ്റുള്ളൂ. നമ്മുടെ ഫണ്ട് തന്നെ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ എപ്പോഴും അതിന് ഇമോഷൻ വരും. കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അത് ചെറുതായിട്ട് താഴുമ്പോ പഠിച്ചോനെ എന്നുള്ള ആ ഒരു തോട്ട് വരും. ഈവൻ ദോ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ മാർക്കറ്റില് ഫെയിൽ ആവാൻ കാരണം തന്നെ നമ്മൾ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാ. 100 രൂപയുടെ ഒരു സാധനം 110 ആകുമ്പോഴത്തേക്ക് നമ്മൾ വിൽക്കും, 10 രൂപ ലാഭമായി. അതെ. അപ്പൊ ഇയാള് ഈ ഒരു റിസ്ക് റോഡ് മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 90 രൂപ ആകുമ്പോഴത്തേക്ക് അത് ലോസ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങിയിരിക്കണം. പക്ഷെ ആൾക്കൊരു മൈൻഡ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് രീതിയിൽ നമ്മൾ ട്രിഗർ ആവും. ഒന്ന് എന്റെ വയസ്സാണ്, എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് റിസ്ക് എടുക്കാം. അതെ. രണ്ടാമത്തെ കാര്യം 90 തിരിച്ച് 100 ആണെന്നുള്ളൊരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. നമ്മളെ അനാലിസിസ് 50 നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഇത് കയ്യിൽ നിന്ന് പോയതാണ്, അഗൈൻ ഇതിലൊരു ഹോപ്പ് ഇല്ല എന്നുള്ള. നമ്മളെന്താ 50 എക്സിറ്റ് ചെയ്തിട്ട് നമ്മൾ പറയും സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ലോസ് ആണ്, ഉണ്ടാക്കാൻ പറ്റൂല. ആക്ച്വലി അതല്ല ഫാക്ട്. സോ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഈ പറഞ്ഞ പോലെ. റിയൽ ടൈം ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രോ ആൻഡ് കോൺ അറ്റ് ദ സെയിം ടൈം.
റിയൽ ടൈം ആകുമ്പോൾ എന്താ നമ്മൾ ഈ നമ്പേഴ്സ് ഇങ്ങനെ നമ്മളെ ബ്രെയിനിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ അങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മളൊരു സ്ഥലം വാങ്ങിക്കുകയാണെങ്കിൽ അവിടെ ഒരു മാന്ദ്യം വരാണെങ്കിൽ പോലും സ്ഥലത്തിന്റെ വില കുറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ പോലും അത് ആ നമ്പർ നമ്മൾ സ്റ്റെയർ ചെയ്യുന്നില്ല. ഇറ്റ്സ് ഒരു നോഷണൽ ആണ്. നമുക്ക് വലിയ വില ലാൻഡ് ഹോൾഡ് ചെയ്യുക, വില കൂടും എന്നുള്ള ആ ഒരു തോട്ടിലായിരിക്കും എപ്പോഴും ഒരു ലാൻഡ് ഓണർ ഉണ്ടാവുക. അതേ തോട്ടിൽ സ്റ്റോക്സിനും നിൽക്കാം. ബട്ട് പ്രോബ്ലം ഇസ് ഈ ഒരു കാരണം കൊണ്ട് ഡെയിലി കാണുന്നത് കൊണ്ട് ഓരോ ഡെസിമൽ മൂവ് ചെയ്യുന്നത് കാണുന്നതുകൊണ്ട് നമ്മളെ ബ്രെയിൻ അതിന് വേറെ രീതിയിൽ പ്രോസസ് ചെയ്യും. ഈസി ടു സെല്ലും ആണ്. ഈസി ടു സെല്ലാണ്. കൺവീനിയൻസ് ഇത് ലിക്വിഡേറ്റ് ചെയ്യാൻ നമുക്ക് വേറെ ഒരാൾ ആവശ്യമില്ലല്ലോ. അതിലുള്ള സ്റ്റോക്ക് വെക്കാൻ നമുക്ക് ഫ്ലാഷ് ഓഫ് സെക്കൻഡ്സ് മതി, നമുക്ക് കിട്ടിയ വിലക്ക് വിറ്റ് ഒഴിവാക്കാം. ലാൻഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അത് വിൽക്കണം എന്നുണ്ടെങ്കിൽ അതിലുള്ള മെനക്കേട് നമുക്ക് അറിയാലോ. അപ്പൊ ആളുകളുടെ സൈക്കോളജിയാണ്. അടുത്തൊരു ചോദ്യം, മാർക്കറ്റ് എപ്പോൾ കൂടുമെന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഇൻവെസ്റ്റ്മെന്റിൽ കൺസിസ്റ്റൻസി പാലിക്കുന്നത് പ്രധാനമാവുന്നത് എന്തുകൊണ്ട്? ഇത് വളരെ സിമ്പിൾ ബട്ട് ഡീപ്പ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് കേൾക്കുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നും, പക്ഷെ ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നതാണല്ലോ ഒരു ബിഗ്ഗസ്റ്റ് പില്ലർ ഇൻ ഇൻവെസ്റ്റ്മെന്റ്. അത് എന്തുകൊണ്ടാണ് എല്ലാവരും പറയുന്നത്? കാരണം ഈ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും ചാർട്ടും ന്യൂസും മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സും എല്ലാം കൂട്ടി വായിച്ചിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ബട്ട് ഓൾ ദിസ് ഇസ് ഹാപ്പനിങ് ഇൻ ദ ഷോർട്ട് ടേം. ലോങ് ടേം നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഗ്രാഫ് മേലോട്ടാണ്. നമ്മള് എന്താ പറയുക, ഒരു ട്രേഡിംഗ് ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ആ 15 മിനിറ്റ്സ് ഒഴിവാക്കി 1 ഇയറിലേക്ക് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നേരെ മേലോട്ട് പോകണതാണ്. വർഷങ്ങളായിട്ട് മേലോട്ട് തന്നെയാണ്. അത് സൂം ഔട്ട് ചെയ്യുമ്പോൾ മാത്രമാണ്, അല്ല സൂം ഇൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ കാരണങ്ങളൊക്കെ കാണാനുള്ളത്. അപ്പോൾ അതില് നമ്മൾ ചെയ്യേണ്ട ആസ് എ റീറ്റെയിൽ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു കോമൺ മാൻ ചെയ്യേണ്ടത് ഇതൊക്കെ നോയ്സ് ആയിട്ട് അങ്ങോട്ട് കരുതാം. പല ശബ്ദങ്ങളും അതും ഇതും വരുന്നുണ്ട്, ഇഗ്നോർ ചെയ്യുക. ഒരു നോയ്സ് ക്യാൻസലേഷൻ സാധനം ഇട്ടിട്ട് നമ്മൾ ചെയ്യേണ്ട പണി മാസം മാർക്കറ്റിലേക്ക് ഇടാം. മാർക്കറ്റ് കയറുമ്പോൾ നമ്മൾ ഹയർ പ്രൈസിലേക്ക് കയറുന്നത്, മാർക്കറ്റ് ഇറങ്ങുമ്പോൾ ലോവർ പ്രൈസിൽ കയറും. അപ്പോൾ ഓവറോൾ ഒരു ആവറേജും കിട്ടും, മാർക്കറ്റിന്റെ ഈ ഗ്രോത്ത് നമുക്ക് കിട്ടും ചെയ്യും. ആക്ച്വലി ഒരു SIP ആണല്ലോ ഇതിനൊരു ഉത്തരം. കൃത്യമായി പറയാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ മാസവും മാർക്കറ്റ് എവിടെ പോയി എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണ്ട. മാർക്കറ്റ് വീണോ അല്ലെങ്കിൽ മാർക്കറ്റ് മോശമാണോ അല്ലെങ്കിൽ നല്ലോണം കയറിയിട്ടുണ്ടോ ഒന്നും നോക്കണ്ട. നമ്മൾ ഫിക്സ് ചെയ്ത ഒരു എമൗണ്ട്, നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എല്ലാ മാസം കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് മാർക്കറ്റിന്റെ ചരിത്രത്തിൽ ഒരു 3 to 5 ഇയേഴ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇന്നേ വരെ ലോസ് വന്നിട്ടില്ല, എക്സിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് മാർക്കറ്റ് പ്രൂവ് ചെയ്യുന്നത്. ഇന്ത്യ അത്രയും ഗ്രോയിങ് ആണ്. ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഇത്രയും ആളുകൾ ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് കൂടാണ് ഇന്ത്യ. സോ കൺസിസ്റ്റന്റ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഷുറൻസ് പറയാൻ പാടില്ലെങ്കിൽ കൂടി നമുക്ക് അഷുറൻസ് പറയാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യ. ഇത് ഒരു ഈസി ഒരാൾക്ക് മനസ്സിലാവാൻ നമുക്ക് പറയാൻ പറ്റാവുന്ന, ഇപ്പോ അമേരിക്ക പോലത്തെ രാജ്യം വിച്ച് ഇസ് ഡെവലപ്ഡ്, റൈറ്റ്? അതിനൊന്ന് ഇമാജിൻ ചെയ്യാം. അവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, ആളുകൾ എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒരു മനുഷ്യൻ എത്ര ഏൺ ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ പോപ്പുലേഷനും ഇമാജിൻ ചെയ്യാം. ഇന്ത്യ ഒരു ദിവസം അമേരിക്ക ആവുമെന്ന് വിചാരിക്കാം. ഇന്നെന്തായാലും ഇന്ത്യ അമേരിക്ക ആയിട്ടില്ല. ഒരു ദിവസം ഇന്ത്യ അമേരിക്ക ആവുമെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ആ ദിവസം വരുന്ന ഒരു ആ പർട്ടിക്കുലർ ഡേ എവിടെയായിരിക്കും നിഫ്റ്റി എന്നുള്ളതാണ്, റൈറ്റ്? കാരണം അതിലേക്ക് ഇന്ത്യ എത്തണമെങ്കിൽ അത്രയും കൺസംഷൻ നടക്കണം, അത്രയും കൺസ്ട്രക്ഷൻ നടക്കണം, അത്രയും ഡെവലപ്മെന്റ് നടക്കണം. ഇതെല്ലാം നടക്കണമെങ്കിൽ ഫണ്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങണം. ഫണ്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പനീസ് ഒക്കെ ലാഭം ഉണ്ടാക്കും ആൻഡ് സ്റ്റോക്ക് പ്രൈസസ് വിൽ ഗോ അപ്പ്. സോ ഇൻ ദ ലോങ് ടേം നെക്സ്റ്റ് 10-15 ഇയേഴ്സ് ഇന്ത്യ സ്റ്റോറി സ്ട്രോങ് ആണല്ലോ. ഏത് അനലിസ്റ്റും അവരൊറ്റ ഗ്ലോബൽ ആണെങ്കിലും ഇന്ത്യൻ ആണെങ്കിലും എല്ലാ അനലിസ്റ്റും ഒരേ സ്വരത്തിൽ പറയുന്ന സാധനം. അപ്പോൾ ആവറേജ് ചെയ്യാനൊന്നും ശ്രമിക്കാതെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് ശരിക്കും ഒരു ഹോൾഡിംഗ് പവർ മാർക്കറ്റിൽ നമുക്ക് എന്തായാലും വിജയിക്കാൻ പറ്റും. തീർച്ചയായും വിജയിക്കാൻ പറ്റും. കറക്റ്റ്. അപ്പൊ അതിൽ ഒരു പോയിന്റ് ആഡ് ചെയ്യാനുള്ളത് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള പെർസെന്റേജസ്, നമ്മളെ ഇൻകമിന്റെ എത്ര പെർസെന്റേജ് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യാതെ ഫുള്ള് ഇൻവെസ്റ്റും ചെയ്യരുത്, ഇൻവെസ്റ്റ് ചെയ്യാതെ ലൈഫ് ഫുൾ എൻജോയും ചെയ്യരുത്. ആ ബാലൻസിലാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് നിൽക്കാമല്ല. അപ്പോൾ വി ഗോ ബാക്ക് ടു ദ സെയിം പോയിന്റ്. അതിനാണ് നമുക്ക് ഫിനാൻഷ്യൽ അഡ്വൈസർ വേണ്ടത്. നമ്മളെ ഇൻകം എത്രയാണ്, നമ്മുടെ പ്രായം എത്രയാണ്, നമ്മുടെ ഗോൾസ് എന്താണ്, ഇതെല്ലാം പറഞ്ഞു തന്നിട്ട് ഇൻവെസ്റ്റ്മെന്റിന് ഒരു രൂപം ഉണ്ട് ശരിക്കും. നമ്മൾ എത്ര പെർസെന്റേജ് ഇക്വിറ്റിക്ക് അലോട്ട് ചെയ്യണം,
അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ട്സിലേക്ക് നമ്മൾ എത്ര കൊടുക്കണം, ഗോൾഡ് അതുപോലെ തന്നെ സിൽവർ അങ്ങനത്തെ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇനി എത്ര കൊടുക്കണം, ഇതിനെല്ലാം ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻകം, നമ്മുടെ ഫ്യൂച്ചറിലുള്ള ഇൻകം, നമ്മളെ റിട്ടയർമെന്റ് പ്ലാനും നമ്മളെ നീഡ്സും വോൺസും ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഇത് ആക്ച്വലി ഡിസൈൻ ചെയ്യേണ്ടത്. ഈ പ്ലാൻ ഇല്ലാത്ത ആളുകളുടെ ഒരു മെയിൻ ഉദാഹരണം ഇപ്പൊ ഓൾറെഡി നടന്നു കഴിഞ്ഞു. കുറെ പേര് ഇപ്പൊ നമുക്കൊരു ബുൾ റൺ ആയിരുന്നല്ലോ, ആ സമയത്ത് എല്ലാവരും കൂടി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നു. പിന്നെ ഗോൾഡ് റാലി ചെയ്യാൻ തുടങ്ങിയപ്പോ എല്ലാവരും കൂടി ഗോൾഡിന്റെ പിന്നാലെ പോയി. ഇപ്പൊ ഗോൾഡ് ക്രാഷ് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആൾക്കാർക്കറിയില്ല എന്താ ചെയ്യേണ്ടത്, ക്രൂഡിലേക്ക് കയറി. അതെ. അപ്പം പറഞ്ഞ പോലെ തന്നെ ആളുകൾ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് തേടി പോകും. ഷോർട്ട് ടേം ഗെയിനും, ഷോർട്ട് ടേം ഗെയിൻ ആണ് ആളുകളുടെ 90% ആളുകളും ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഒരു ഷോർട്ട് ടേം ഗെയിൻ ആണ്. പക്ഷെ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. എവിടെയെങ്കിലും ഉണ്ടാക്കിയത് വേറൊരു സ്ഥലത്ത് പോകും എന്നുള്ളതാണ് അതൊരു ലോക നിയമമാണ്. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞ പോലെ തന്നെ അത് ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. അടുത്തൊരു ചോദ്യം, നമുക്കിപ്പം കറന്റ് മാർക്കറ്റ് നോക്കാം. ഈ വോറും അതുപോലത്തെ സിറ്റുവേഷൻസിൽ ആളുകൾ മാർക്കറ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നാണ് ആൾ ചോദിക്കുന്നത്. അതായത് ഈ മാർക്കറ്റിൽ ഈ വോളറ്റൈലിറ്റി ഉള്ളപ്പോൾ ബിഗിനേഴ്സ് ഉണ്ടാവും മാർക്കറ്റില്. ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറോ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ഫൈനാൻഷ്യൽ ഇയറോ ഒക്കെ എൻട്രി എടുത്ത ഒരുപാട് പേരുണ്ടാവും. അങ്ങനത്തെ ആളുകൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഒരു പാനിക് സിറ്റുവേഷൻ വരുമ്പോൾ, ഈ ഒരു വോളറ്റൈലിറ്റി മാർക്കറ്റിൽ നിലനിൽക്കുമ്പോൾ ആളുകൾ എങ്ങനെ കാമായിട്ട് ഇൻവെസ്റ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റും ആളുകൾക്ക് എന്നുള്ളതാണ് ചോദ്യം. ഗുഡ് ക്വസ്റ്റ്യൻ. ബട്ട് ഇതൊരു നമ്മളെ തുടക്കത്തിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ഓഫ് ഷൂട്ടാണ്. റീറ്റെയിലേഴ്സ് അഗെയിൻ പാനിക് ആവും എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇമോഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അത് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും റെപ്യൂട്ടേഷൻ ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണൽ വേണം എന്നുള്ളത്, റീഅഷ്യൂറൻസ് വേണം. ഇമോഷൻ ഒരിക്കലും നമുക്ക് സെൽഫായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ലൈഫ് തന്നെ എടുക്കുകയാണെങ്കിൽ, ലൈഫിൽ പേഴ്സണൽ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ ഫോൾ ബാക്ക് ചെയ്യുന്ന ഒരു കല്യാണം കഴിച്ച ആളാണെങ്കിൽ അവരുടെ സ്പൗസിലേക്കാണ്, അല്ലെങ്കിൽ ഒരു ഉമ്മയിലേക്കോ അല്ലെങ്കിൽ ഫാദറിലേക്കോ. ഇങ്ങനെ നമുക്ക് ഫോൾ ബാക്ക് മെക്കാനിസം എപ്പോഴും ആണല്ലോ. ആ ഒരു സാധനം നമുക്ക് ഫിനാൻഷ്യൽ വേൾഡിൽ കിട്ടാൻ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറിന്റെ അടുത്തുനിന്നോ പ്രൊഫഷണലിന്റെ അടുത്തുനിന്നാണ്. അപ്പൊ ഈ പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ഒക്കെ അവർ സ്വന്തം ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ഡിസിഷനും ഈ സമയത്ത് എടുക്കുന്നത് എന്താവില്ല, കറക്റ്റ് ആയെന്ന് വരില്ല. കൂടാതെ നമ്മുടെ ഇമോഷൻസ് അത്ര റൂൾ ചെയ്യും നമ്മുടെ ഡിസിഷനെ. അതെ. അപ്പോ ഭയങ്കര വൈൽഡായിട്ട് മാർക്കറ്റ് ഒരു ദിവസം 500 പോയിന്റ് താവുന്നു, എക്സ്ട്രാ 200 പോയിന്റ് പൊന്തുന്നു. ഒരു രീതിയിലും ഒരു ബിഗിനറിന് അവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഹി വിൽ മേക്ക് റോങ് ഡിസിഷൻസ്, കൂടുതൽ കൈകൊള്ളും. അപ്പോ ബെസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വിട്ടു നിൽക്കുക, ബി ഓൺ ദ സൈഡ് ലൈൻസ്, വെയിറ്റ് ഫോർ ദ മാർക്കറ്റ് ടു കാം ഡൗൺ ആൻഡ് ദെൻ കം ബാക്ക് ടു ദ മാർക്കറ്റ് ആയിരിക്കും ഏറ്റവും നല്ലത്. സെക്കൻഡ് ഓപ്ഷൻ എപ്പോഴും നമുക്ക് എന്താ പറയുക, അഡ്വൈസേഴ്സിന് അപ്പോയിന്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, ഗോൾ ബേസ്ഡ് ആയിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുക. വൺസ് യു ഹാവ് എ ഗോൾ, 5 വർഷം ഞാൻ തൊടൂല, 10 വർഷം ഞാൻ തൊടൂല എന്നുള്ളൊരു ഗോൾ ഉണ്ടാകുമ്പോൾ പിന്നെ ഇതിന്റെ ഇടയിൽ വരുന്ന എല്ലാ സംഗതികളും നോയ്സായി മാറി. കാരണം നമ്മൾ അധിക സമയം ട്രേഡിങ്ങിന് ഇൻവെസ്റ്റിങ്ങിന് വരുമ്പോൾ നമുക്ക് ഇതൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നാ പറയുന്നത്. അപ്പൊ എങ്ങനെ സംഭവിക്കുന്നു? ബിക്കോസ് വി ഡോണ്ട് ഹാവ് എ പ്ലാൻ, എന്താണ് നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കി ഒരു ആക്ഷൻ ചെയ്യേണ്ടി വരും. അത് റോങ് ആവും. അതുപോലെ ഇപ്പം എല്ലാവർക്കും ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറിനെ അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റിനെ അഫോർഡ് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല. ആളുകൾക്കുള്ള വളരെ എളുപ്പത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മാർഗമാണ് മ്യൂച്വൽ ഫണ്ട്. നിങ്ങൾക്ക് വേണ്ടി മാർക്കറ്റിൽ ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും നിങ്ങളുടെ ഫണ്ട് അവിടെ മാനേജ് ചെയ്യുന്നത്. കറക്റ്റ്. അപ്പം ആള് ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിന്റെ ഇതല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള റൈസും ഫോളും എല്ലാം കണ്ട് അത് അതിജീവിച്ച ഒരാളായിരിക്കും മാർക്കറ്റിൽ. സോ ആൾക്ക് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങളുടെ ഫണ്ട് മാനേജ് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിരിക്കും. ആളിത് കണ്ടിട്ടുണ്ട്, ആളിതിനി എങ്ങോട്ടാ പോകുന്നത് എന്നും ആൾക്കറിയാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലും ആൾ എക്സ്പെർട്ടൈസ്ഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഡ്വൈസർ ആക്ച്വലി നമുക്ക് ഞാൻ പറഞ്ഞ പോലെ പേഴ്സണലി നമുക്ക് ഒരു അഡ്വൈസറിനെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടി മ്യൂച്വൽ ഫണ്ടാണ് ഒരാൾക്ക് ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ്. യെസ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഉമ്മർ ഇപ്പോൾ പറഞ്ഞത്. അപ്പൊ അതിൽ എനിക്ക് ആഡ് ചെയ്യാനുള്ള ഒരു സാധനം പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് ഹൗസസ് ആണ് ശരിക്കും ഈ ഡിസ്കൗണ്ട് സെയിൽ ഷോപ്പിംഗ് നടത്തുന്ന ആളുകൾ. അതെ, they are very happy when market goes down. കാരണം മ്യൂച്വൽ ഫണ്ടിൽ എപ്പോഴും ബൈ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സാധനമാണല്ലോ. അപ്പൊ അവര് ഹൈ പ്രൈസിൽ ബൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഭയങ്കര പ്രൈസ് കുറഞ്ഞിട്ട് സെയിം അവര് വിശ്വസിക്കുന്ന അവര് കൺവിക്ഷൻ ഉള്ള സ്റ്റോക്സിൽ അവർക്ക് ഫ്രീ ഡിസ്കൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു സമയമാണ്.
സോ ഇറ്റ്സ് ഓൾവേസ് ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഇങ്ങനത്തെ സമയങ്ങളിൽ എൻട്രി ചെയ്യാൻ പറ്റുന്നതും ഒരു SIP സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ 100% ശരിക്കും നമ്മളൊക്കെ പറയുന്ന ഒരു ഇൻവെസ്റ്റർ, ഒരു ബിഗിനറെ സംബന്ധിച്ച് എൻട്രി എടുക്കാൻ പറ്റിയ പെർഫെക്റ്റ് ടൈമാണ്. Perfect time. മാർക്കറ്റ് അത്ര ഡിസ്കൗണ്ടഡ് ആണ്. ഇത്ര വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പം കറന്റ് ഇന്ത്യൻ മാർക്കറ്റിൽ. യെസ്. അപ്പം ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റിൽ ആക്ച്വലി വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു അല്ലെ. കാരണം പബ്ലിക്കിന്റെ സംശയങ്ങളും അതുപോലെ തന്നെ എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ നമുക്ക് ആളുകളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളും തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതെ അതെ. അപ്പം ഇത് ജസ്റ്റ് വളരെ ചുരുക്ക സംഗതികൾ നമ്മൾ ഇന്നിപ്പം ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ. ഒരുപാട് സംശയങ്ങൾ ഇനി പബ്ലിക്കിന് ഉണ്ടാവും. അപ്പൊ നമ്മുടെ വീഡിയോസിലും അതുപോലെ തന്നെ നമ്മളെ മറ്റു പോഡ്കാസ്റ്റിലും എല്ലാത്തിലും നിങ്ങളുടെ കമന്റ്സും അതുപോലെ നിങ്ങളുടെ സംശയങ്ങളും എല്ലാം നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ സെഷൻസ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് തന്നെ നമുക്ക് പബ്ലിക്കിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസും നമുക്കുണ്ട്. യെസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു.